നമ്മളിന്നേ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോവാം കേട്ടോ. എല്ലാവരും ഉണ്ട്, ഇന്ന് വീക്കെൻഡ് അല്ലേ, ചുമ്മാ വീക്കെൻഡ് അല്ലേ. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. കൈ മാറ്റ് സെയിൻ. ഇത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. ഇന്ന് ദിച്ചുവിന് സ്കൂളൊന്നുമില്ല, സ്കൂളെല്ലാം പൂട്ടി, ഓണപ്പൂട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഒരു മാസമായി ഞാൻ ബീഫ് വാങ്ങിക്കണ കാര്യം പറയണം. ഇക്കാക്ക് തിരക്കായതുകൊണ്ട് വാങ്ങിക്കാനേ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി, സ്കൂൾ പൂട്ടല്ലേ എന്ന് വിചാരിച്ച്. അങ്ങനെ പോണ വഴിക്ക് ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിലേക്കുള്ള വഴി. നമ്മുടെ വണ്ടിയുടെ ഫ്യൂവലും തീർന്നു, പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു കേട്ടോ. എവിടെ പോണ്? എവിടെ പോണ സേനു? ഉമ്മി എടുത്താ? ഉമ്മി എന്ന് പറയണേ എനിക്ക് താത്തായ കേട്ടോ. അവര് ആലുവയിലാണ്. ബമ്പാന്ന് പറഞ്ഞ താത്താന് പോകും. എവിടെ പോണേ? വണ്ടി വണ്ടി വണ്ടി. കഴിഞ്ഞ ദിവസം ദിച്ചുമോന് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടോ. അവൻ സ്കൂളിൽ എന്തോ കളിച്ചപ്പം കാല് സ്ലിപ്പായിട്ട് ഡെസ്കിലേക്ക് വീണു. അതിൻ്റെ മൂലഭാഗം വന്നിട്ട് കവളയിൽ ഇടിച്ചിട്ട് ഭയങ്കരമായിട്ട് നീരൊക്കെ വന്ന് ചതഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറക്കുളം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോയത്. പക്ഷേ അവിടെ ബീഫ് തീർന്നു പോയി. നമ്മളപ്പോൾ തിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചമ്മി. കുറച്ച് നേരത്തെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ബീഫ് കിട്ടിയാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ എപ്പോഴും ബീഫ് വാങ്ങിക്കാൻ വരാറ് കേട്ടോ. അപ്പോൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബീഫ് കിട്ടിയില്ല. ഒരു മാസമായി നമ്മൾ ബീഫ് വാങ്ങിക്കാൻ നടക്കുന്നു. പിന്നെ നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഈ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ഇക്കാലത്ത് പറഞ്ഞു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൂക്കളം ഇടുന്ന തിരക്കിലാണ് ചേച്ചിമാർ. സൂപ്പർ വാല്യൂ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ പോയത്. കുറേ ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, എല്ലാം എടുത്തു. അപ്പോൾ ആദ്യം തന്നെ സേനുവിനും ദിച്ചുവിനും ഇഷ്ടപ്പെട്ട ഈ സംഭവം കേട്ടോ ഞാൻ ആദ്യം എടുത്തത്. ഇതിന് ചിപ്സ്, നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പില്ലേ സാധനം, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പിന്നെ സോപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കേട്ടോ. കാരണം കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ബീഫ് വാങ്ങിക്കാത്തതിൻ്റെ വിഷമം നമുക്ക് തീർക്കണമല്ലോ. പിന്നെ അരി, പൊന്നിയരിയൊക്കെ ഇഡലി പൊന്നിയൊക്കെ വാങ്ങിച്ചിട്ടോ. ഞാൻ ഇഡലിക്ക് ഈ ഒരു അരിയാണ് ഇടാറ്. പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ ഇക്ക വേഗം വേറെ പോയി വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഷോപ്പിംഗ് ആയിട്ടോ. ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കുറേ സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മധുരം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് തൈര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ബില്ലടിക്കാൻ കാര്യങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു. നാളെ ഓണമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ബില്ലടിക്കാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയി. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേയൊക്കെ നോക്കിയൊക്കെ നിന്നു. സീനു ആണെങ്കിൽ ഒരു രക്ഷയുണ്ടായില്ല. ഇക്കാനെ ഇങ്ങനെ അവിടെ വലിച്ചു കൊണ്ടുപോയി ഇവിടെ വലിച്ചു കൊണ്ടുപോകും. ഒരു മെയിനായിട്ട് അവന് കാറ് വേണം എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ കാറ് വേണം ഈ കാറ് വേണം എന്നും പറഞ്ഞിട്ട് ഇക്കാക്ക് തലക്ക് സൗകര്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. സേനു സേനു വീട്ടിൽ എത്ര വണ്ടിയുണ്ട്? ആ വീട്ടിലെന്ത് വണ്ടി? അങ്ങനെ ഏകദേശം നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി ബില്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം അവിടുന്ന് തന്നെ ഒരു ചാക്ക് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് ആക്കിയേക്കോ കേട്ടോ. കാരണം നമ്മൾ വേറെ കിറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്തേക്കല്ലേ പോയായിരുന്നത്. സേനുവിനെയും കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. JCB വേണമെന്ന് പറഞ്ഞ ഒരു JCB വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പല കളറിലുള്ള JCB അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിൽ നിന്ന് അവൻ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര രൂപയായി? എടാ നിങ്ങൾ വണ്ടി കയറണം. ഇപ്പൊ അവന്റെ തല പോയേനെ. നിങ്ങൾ പോയി കയറി ചെല്ലി. അത് കളയാ, വീട്ടിൽ ചെന്നിട്ട് കളയാം. അങ്ങനെ ബീഫ് വാങ്ങിക്കാൻ പോയ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുക കേട്ടോ. ബീഫ് നമുക്ക് കിട്ടിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പോയി വാങ്ങിക്കാം. അങ്ങനെ ഓണത്തിൻ്റെ തിരക്കുകളായിരുന്നു ഫുൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ കടകളുടെ ഫ്രണ്ടിലും എല്ലാവരും പൂക്കളിടുന്നതും ഒക്കെ ആയിട്ടുള്ള തിരക്കായിരുന്നു കേട്ടോ. ഈ കടയുടെ ഫ്രണ്ടിൽ നമ്മൾ വന്നപ്പോൾ പൂ പിടിച്ചുകൊണ്ടിരുന്ന ചേച്ചിമാരൊക്കെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. പോണ വഴി കൂടെയൊക്കെ നബിദിനത്തിൻ്റെ തോരണങ്ങളെല്ലാം തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണാം.